ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഉജ്ജ്വല വാഗ്മിയുമായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്നത്തെയും പേടി സ്വപ്നം ശ്രീ KM ഷാജി വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദവമായി ഈ വേദിയിലേക്ക് സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ സ്നേഹമുള്ള സഹോദരന്മാരെ, ബഹുമാന്യരായിട്ടുള്ള UDFന്റെ വേദിയിൽ സന്നിഹിതരായ നേതാക്കന്മാർ, പ്രദേശത്തിലെ ജനാധിപത്യ വിശ്വാസികൾ, നല്ലവരായ നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രണ്ടായിരത്തി 24 ലോകത്ത് ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഏകദേശം 60ഓളം രാജ്യങ്ങളിൽ 400 കോടി ജനങ്ങൾ അവരുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന ഒരു വർഷമാണിത്. എല്ലാ രാജ്യങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങളും വികസന ചർച്ചകളുമൊക്കെ നടക്കുന്നുണ്ട്. സ്വാഭാവികമായി ഇന്ത്യയിലും നടക്കേണ്ടത് അതിനനുസൃതമായിട്ടുള്ള ഒരു ചർച്ചയാണ്. പക്ഷെ ഇന്ത്യയിൽ കുറെ കൂടെ മൗലികമായ ഒരു രാഷ്ട്രം എന്ന നിലക്ക് അതിന്റെ അടിസ്ഥാന സ്തംഭങ്ങളും ശില്പങ്ങളുമൊക്കെയായി, അതിന്റെ നിലനിൽപ്പുമൊക്കെയായി ബന്ധപ്പെട്ട ചർച്ചകൾ കുറെ കൂടെ കൂടുതലാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇന്ത്യയിലെ 600 വക്കീലന്മാർ, അഭിഭാഷകർ, അതിൽ ഹരീഷ് സാൽവയെ പോലെയുള്ള വലിയ പ്രതിപാദനരായ വക്കീലന്മാരുണ്ട്. BJPക്ക് വേണ്ടി വാദിച്ച 15ഓളം വക്കീലന്മാരുണ്ട്. അവർ സംയുക്തമായി ഇന്ത്യയുടെ ജുഡീഷ്യറിക്ക് കൊടുത്ത, സുപ്രീം കോടതിക്ക് കൊടുത്ത കത്ത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ പരിരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത അപകടപ്പെട്ടു എന്നാണ് വ്യംഗ്യന്തരേണ അവർ പറയുന്നത്. ലോകത്തിലെ ഒരുപാട് ഇൻഡെക്സുകളുണ്ട്. നമുക്കറിയാം, UN അടക്കമുള്ളവർ നടത്തുന്ന, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും താരതമ്യ പഠനം നടത്തുന്ന, സ്ത്രീകളുടെ സുരക്ഷ, വിദ്യാഭ്യാസം, തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, അങ്ങനെ പലതും. കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യ എല്ലാ ഇൻഡെക്സുകളിലും പിറകിലാണ്. എന്നാൽ അതിൽ സങ്കടമുള്ള ഒരു കാര്യം, ലോകത്ത് നടന്ന ഡെമോക്രസി ഇൻഡെക്സ് ഉണ്ട്, ജനാധിപത്യ രാജ്യങ്ങളെ കുറിച്ചുള്ള പഠനം. നമ്മൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ രാജ്യം നമ്മളാണ് എന്നാണ്. എന്നാൽ ലോക ഇൻഡെക്സിൽ അങ്ങനെ ആയിരുന്നില്ല ഇതുവരെ. അമേരിക്കയാണ് 1ാമത്, ഇംഗ്ലണ്ടാണ് 2ാമത്, ഇന്ത്യ 3ാമതുണ്ട്. പക്ഷെ ഇന്ന് ഇന്ത്യയുടെ ഡെമോക്രസി ഇൻഡെക്സിലെ ഇന്ത്യയുടെ പേര് ഓട്ടോക്രാറ്റിക് ഡെമോക്രസി എന്നാണ്. എന്തൊരു അപമാനമാണത്! ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന, ഏകാധിപതി ഭരിക്കുന്ന രാജ്യം. ഈ പ്രയോഗം പോലും ഞാനിവിടെ പറയുന്നതല്ല, ഇന്റർനാഷണൽ ഡെമോക്രാറ്റിക് ഇൻഡെക്സിന്റെ പ്രയോഗമാണ്. ഇന്ത്യയുടെ അടിസ്ഥാന ശില്പങ്ങൾ ഭീതിതമാണ്. നമ്മളുടെ ജുഡീഷ്യറി ആവട്ടെ, ജനാധിപത്യമാവട്ടെ, സെക്കുലാരിസം ആവട്ടെ, എല്ലാം അപകടപ്പെടുന്ന ഒരു ഭയാനകത ഇന്ത്യയിൽ സംജാതമാണ്. പട്ടിണി, ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ. മോദി പറയുന്ന ഒരു തമാശയുണ്ട്. ഇതുവരെ ബീജിംഗ് ആയിരുന്നു ലോകത്തിലെ കഴിഞ്ഞ വർഷം വരെ സമ്പന്ന നഗരം, മില്യണേഴ്സ് സിറ്റി. എന്നാൽ 2024 മില്യണേഴ്സ് സിറ്റി എന്ന് പറയുന്നത് ബോംബെ നഗരമാണ്. അദാനി അവിടെ താമസിക്കുന്നു, അംബാനി അവിടെ താമസിക്കുന്നു. അതാണ് കാരണം. ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ ChatGPT ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്യൂ. ലോകത്തിലെ സമ്പന്നന്മാരാരാണ്? ഒരു സമ്പന്നൻ ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്ക് എന്ന് നിങ്ങൾ അടിക്കുമ്പോഴേക്കും വരും ടെസ്ല കാർ വരും. ലോകത്തിലെ മോട്ടോർ വാഹന പ്രിയരുടെ ഒരു പുതിയ കാലത്തെ ട്രെൻഡാണ് ടെസ്ല കാർ. അത് കണ്ടുപിടിച്ചത്, ഇംപ്ലിമെന്റ് ചെയ്തത് ഇലോൺ മസ്ക് ആണ്.
നമ്മൾ ഈ ടൂർ പോകുന്ന പോലെ ഇലോൺ മസ്കിന്റെ ഒരു ടൂർ കമ്പനി ഉണ്ട്, സ്പേസ് എക്സ് എന്നാണ്. എന്നുവെച്ചാൽ ഗോളങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന, സ്പേസിലേക്കൊക്കെ ടൂർ കൊണ്ടുപോകുന്ന കമ്പനി അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നതാണ്. നിങ്ങള് ഓരോരുത്തരെ ഷെഫ് ബേസിനെടുത്താൽ ആമസോൺ എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. ആമസോൺ ഓർമ്മ വരും. അലിബാബ ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനികളിൽ ഒന്നാണ്. അവർ ഡെവലപ്പ് ചെയ്തതാണ് ചൈനയിലെ ഒരു മുതലാളി. ബിൽഗേറ്റ്സ് എന്ന് നിങ്ങൾ എടുത്താൽ മൈക്രോസോഫ്റ്റ് വരും. എൽവിയുടെ മുതലാളി ലോകത്തിലെ പുതിയ ഏറ്റവും വലിയ ലോകത്തിലെ സമ്പന്നൻ ലൂയി വിറ്റന്റെ മുതലാളിയാണ്. ഇതിനൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവര് കണ്ടുപിടിച്ച ഇവരുടെ പ്രൊഡക്റ്റ് ലോകത്ത് വിറ്റ്, അവരുടെ തലച്ചോറ് വിറ്റ്, അവരുടെ പ്രോഡക്റ്റ് വിറ്റാണ് അവർ ലോക മുതലാളിമാരായത്. അദാനി എന്താ കണ്ടുപിടിച്ചത്? ഒരു മുട്ടസൂചി ഇല്ല. അംബാനി എന്താ കണ്ടുപിടിച്ചത്? അദാനി അംബാനി കണ്ടുപിടിച്ചത് നരേന്ദ്രമോദിനെയാണ്. ഭയങ്കര സംഭവമാണ് കണ്ടുപിടിച്ചത്. ആ സംഭവം വെച്ചാണ് അവർ പൈസ ഉണ്ടാക്കിയത്. ഗവൺമെന്റിനെ ലൂട്ട് ചെയ്തതാണ്. ബോംബെ ഒരു സമ്പന്ന നഗരമാകുമ്പോ അദാനിയും അംബാനിയും അവിടെ ഉണ്ടെങ്കിൽ അവർ ഗവൺമെന്റിനെ ലൂട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കിയതാണ്. പറ്റിച്ച് നിങ്ങളുടെയും എന്റെയും കയ്യിൽ വരേണ്ട പണം രാജ്യത്തിലെ സമ്പന്നന്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ച് സീപോർട്ടുകൾ എഴുതി കൊടുത്ത്, എയർപോർട്ടുകൾ എഴുതി കൊടുത്ത്, രാജ്യത്തിലെ കമ്പനികൾ എഴുതി കൊടുത്ത് ഈ രാജ്യത്തിന്റെ ഭരണകൂടം ഉണ്ടാക്കി വെച്ച പണക്കാരാണ് അവർ. നാട്ടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ആർക്കും വിഷയമല്ല. ശ്രദ്ധ തിരിച്ചുവിടലാണ് പരിപാടി. ഇപ്പൊ നിങ്ങൾ ഓർക്ക്, നമ്മൾ ഇതാ എത്ര പേര് ഇവിടെ ചേർന്ന് നിൽക്കുകയാണ്. എന്താ കാര്യം? ഇലക്ഷനാണ്, സമ്മതാനിയെ ജയിപ്പിക്കണം. എല്ലാവരും ഒറ്റ കോസിലാണല്ലോ നിൽക്കുന്നത്. എന്ന് നമുക്കിടയിൽ വേറെ പ്രശ്നങ്ങളില്ലേ? ഉണ്ട്. വ്യത്യസ്ത മതം, വ്യത്യസ്ത വിഭാഗം, വ്യത്യസ്ത ചിന്തകൾ, വ്യത്യസ്ത ധാരകൾ അല്ലേ? മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, സിഖ് മതക്കാരനുണ്ട്, പല മതക്കാരുണ്ട്. പൊന്നാനിയിൽ ഒരു സ്കൂൾ വരുമ്പോ, കോളേജ് വരുമ്പോ, റോഡ് ഉണ്ടാക്കുമ്പോ നമ്മൾ ഒന്നാണ്. അങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത്? ദാരിദ്ര്യത്തിന് മതമില്ലല്ലോ, വിശപ്പിന് മതമില്ലല്ലോ, സന്തോഷത്തിന് മതമില്ലല്ലോ. അങ്ങനെയല്ലേ വേണ്ടത്? അതിനു പകരം നമുക്കിടയിലുള്ള ഈ വികാരത്തെ പതുക്കെ പതുക്കെ വർദ്ധിപ്പിച്ച് നമ്മളെ അങ്ങ് വേർപ്പെടുത്തുക. അപ്പൊ മെയിൻ കോസ് എന്താണോ നമ്മൾ മറക്കും. ഇതാണ് ഭരണകൂടം ചെയ്യുന്നത്. പട്ടിണിയെ ചർച്ച ചെയ്യാതിരിക്കുക, ദാരിദ്ര്യം എന്ന് നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് പറഞ്ഞ ഇന്ത്യയിൽ അതിനുവേണ്ടി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയെ കുറിച്ച് നരേന്ദ്രമോദി പറയുന്നത് രാജകുമാരൻ ഉണർന്നോ എന്ന് പരിഹസിക്കുകയാണ്. ദാരിദ്ര്യത്തെ കുറിച്ച് പറയരുതെന്നാണ്, പട്ടിണിയെ കുറിച്ച് പറയരുത്. എന്നിട്ടോ നരമ്പ് രോഗങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുക. അത് മാത്രം പറഞ്ഞാൽ മതി, അത് പറഞ്ഞാൽ മതി. ഹിന്ദുക്കൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്നാണ് മോദി പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഹിന്ദുക്കൾക്ക് വേണ്ടി അല്ലേ ഭരിക്കേണ്ടത്? ആര് ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാൽ, ലീഗ് ഭരിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാൽ കാര്യമെന്ത്? ഇന്ത്യ 80% ഹിന്ദുക്കളാണ്. 80% വേണ്ടി ഭരിക്കണ്ടേ? അവന്റെ പട്ടിണി പ്രശ്നമല്ലേ? അവന്റെ ദാരിദ്ര്യം പ്രശ്നമല്ലേ? അവന്റെ വിശപ്പ് പ്രശ്നമല്ലേ? അവന്റെ തൊഴിൽ പ്രശ്നമല്ലേ? നിർബന്ധമല്ലേ? ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ 80% വിശപ്പ് മോദി ശ്രദ്ധിച്ചോ? പട്ടിണി ശ്രദ്ധിച്ചോ? ഈ രാജ്യത്തിൽ എന്തു നന്മയുണ്ടായാലും ആ നന്മയുടെ 80% ആസ്വാദകർ ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരാണ്. ഈ രാജ്യത്തിന് എന്ത് ദോഷമുണ്ടായാലും 80% ബാധിക്കും ഈ രാജ്യത്തിലെ ഹിന്ദു സമുദായത്തെ. നിങ്ങൾ ഡീസലിന് വില കൂട്ടിയപ്പോ ഏറ്റവും കൂടുതൽ വില കൊടുത്തത് ആരാണ്? ഹിന്ദു സഹോദരങ്ങളാണ്. നിങ്ങൾ ഗ്യാസിന് വില കൂട്ടിയപ്പോ 80% ഹിന്ദുക്കൾ അനുഭവിച്ചു. അരിക്ക് വില കൂട്ടിയപ്പോ, സാധനങ്ങളുടെ വില കൂട്ടിയപ്പോ. അപ്പൊ ആ പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ പ്രശ്നമല്ല. 80% വോട്ട് കിട്ടാനാണ് അവർക്കിഷ്ടം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യരെ വേർതിരിക്കുക. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം, കൂടുതൽ പറയാതെ. ഇപ്പോ കേരളത്തിലെ നരേന്ദ്രമോദിയുടെ പ്രതിരൂപം ആരാണ്? ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണല്ലോ, അല്ലേ? അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുക രാഹുൽ ഗാന്ധിക്കെതിരെ. അദ്ദേഹം മെനഞ്ഞാന്ന് വയനാട്ടുകാർക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന, ഒരു വയനാട്ടുകാരൻ എന്ന നിലക്ക് എനിക്കൊക്കെ വലിയ രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു വാഗ്ദാനം തന്നു. എന്തറിയോ? എന്നെ ജയിപ്പിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഞാൻ ഗണപതി വട്ടം എന്നാക്കും. ഭയങ്കര സംഭവം. കാരണം വയനാട്ടിൽ ആന ഇറങ്ങുന്നത് സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് കണ്ടിട്ടാണ്. വയനാട്ടിൽ പുലി ഇറങ്ങിയത് സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് കണ്ടിട്ടാണ്.
വയനാട്ടിൽ ബദൽ റോഡ് ഇല്ലാത്തത്, വയനാട്ടിൽ രാത്രി സഞ്ചാരം ഇല്ലാത്തത്, വയനാട്ടിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത്, വയനാട്ടിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്തത് ഈ കള്ള പേര് കൊണ്ടാണ്. സുൽത്താൻ ബത്തേരി എന്ന പേരുകൊണ്ട്. അതുകൊണ്ട് ആ പേര് മാറ്റിയ പ്രശ്നമൊക്കെ തീർന്നു. ഇവന്റെ വർത്താനം കേട്ടാ വിചാരിക്കും ഞങ്ങൾ അമ്മായിന്റെ പേരാണ് സുൽത്താൻ ബത്തേരി. എടോ, എങ്ങനെ ഒരു രൂപപ്പെട്ടു വന്നൊരു പേരല്ലേ? ഒരു നാട്ടിൽ 2024 ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പറയാണ് ഞാന് സുൽത്താൻ ബത്തേരിന്റെ പേര് മാറ്റി. എന്തെല്ലാം പ്രശ്നമുണ്ട് വയനാട്ടിൽ. എങ്ങനെ പറയാതിരിക്കും ഈ പറയുന്ന സുരേന്ദ്രൻ? കാരണം അയാൾ മോദിയുടെ മിനിയേച്ചറാണ്. അങ്ങനെ പറയാവൂ. യഥാർത്ഥ പ്രശ്നങ്ങൾ പറയാൻ പാടില്ല. ആളുകളെ പഴപ്പിക്കുക. മനുഷ്യൻ ഇന്ത്യയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ കാണാതിരിക്കുക. ഇപ്പൊ 10 കൊല്ലം മുമ്പ് മോദി എന്താ പറഞ്ഞത്? മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ. മോദി എന്താ മേക്ക് ചെയ്ത്? എന്താ മേക്ക് ചെയ്ത്? അദാനി ഉണ്ടാക്കിയോ? അംബാനിനെ ഉണ്ടാക്കിയോ? എടോ, ഈ രാജ്യത്തിന്റെ വിമാന കമ്പനി വിറ്റു. നിങ്ങള് ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു, എയർപോർട്ട് വിറ്റു, സീപോർട്ട് വിറ്റു. നിങ്ങൾ എന്താ മേക്ക് ചെയ്ത്? ഉണ്ടാക്കിയത് പറയും. ഉണ്ടാക്കിയുടെ കഥ ഞങ്ങൾ പറയാം. 947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോ ഇത്രമേൽ ദാരിദ്ര്യം. റൊട്ടി, കപ്പട, മക്കാൻ, അതാ മുദ്രാവാക്യം. വസ്ത്രം വേണം, ഭക്ഷണം വേണം, പാർപ്പിടം വേണം. മനുഷ്യന്റെ മുദ്രാവാക്യാണ്. ആലോചിക്കണം നിങ്ങൾ. വിൽസൺ ചാൻസലർ പറഞ്ഞു ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ ഒരു മഹാദുരന്തമായി മാറി. ശപിച്ചതാണ്. പക്ഷെ മാറിയില്ല. മാറാൻ കാരണമുണ്ട് സ്നേഹമുള്ളവരെ. എന്താണെന്നറിയങ്ങള്? എത്ര ജാതി മതം? 4599 ജാതി മതം, 325 ഭാഷ, തമ്മിൽ എന്തെല്ലാം കാരണം. പക്ഷേ ഫക്കീറായ ഒരു മനുഷ്യൻ ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ നടന്നു. ഗാന്ധിജി അധികാരത്തിൽ നിന്ന് വിട്ടുമാറി നടന്ന് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. മോദി അധികാരത്തെ വെച്ച് രാജ്യത്തെ തകർക്കുമ്പോൾ എന്നതുപോലെ ആയിരുന്നില്ല അത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാക, ഈ രാജ്യത്തിന്റെ പതാക ചെങ്കോട്ടയിൽ ഓഗസ്റ്റ് 15 ഉയരുമ്പോ ബാപ്പുജി അവിടെ ഇല്ല. ബാപ്പുജിനെ അവക്കാലിയില്ല. മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിൽ തല്ലുന്നവരെ യോജിപ്പിക്കാൻ തെരുവായ തെരുവുകൾ മുഴുവൻ നടന്ന് ആ മനുഷ്യൻ സ്നേഹം വിളമ്പി ഈ വൈവിധ്യങ്ങളുടെ നാടിനെ ഒരു നൂലിൽ കോർത്തുവെക്കാനുള്ള പ്രയത്നങ്ങൾ. ഗാന്ധിജി കൊല്ലപ്പെടുമ്പോൾ അന്ന് രാത്രിയില് ഇടറുന്ന ശബ്ദത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ. നെഹ്റു പറഞ്ഞു, ആ വിളക്കുമരം അണഞ്ഞുപോയി. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ എവിടെയെങ്കിലും തട്ടി നിന്ന് ഇനി മുന്നോട്ട് പോകാനില്ല എന്ന് വിചാരിച്ചാൽ ചെന്ന് പോയി സംസാരിക്കാൻ ഒരിടമുണ്ടായിരുന്നു. തീർന്നു. ആ വിളക്കുമരം അണഞ്ഞുപോയി. പ്രസംഗത്തിന്റെ അവസാനം എത്തുമ്പോൾ സമചിത്തതയെടുത്ത നെഹ്റു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു പോയോ വിളക്കുമരം അണഞ്ഞെന്ന്? ഇല്ല. ആ മനുഷ്യൻ ബാക്കി വെച്ച ദർശനങ്ങൾ ഇവിടെ ഉണ്ടാകും. അത് മതി നമുക്ക് മുമ്പോട്ട് പോകാൻ. നെഹ്റുവിന്റെ വീക്ഷണങ്ങൾ മുഴുവൻ ഗാന്ധിയൻ സ്പർശമുണ്ടായിരുന്നു. ഈ രാജ്യത്തിലെ ഡാമുകൾ ഉണ്ടാക്കിയത് കർഷകർക്ക് വേണ്ടിയാണ്. കർഷകർക്ക് വേണ്ടിയാണ് ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ IIM ഉണ്ടാക്കിയത്, NIT ഉണ്ടാക്കിയത്, യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയത് പുതിയ തലമുറക്ക് വേണ്ടിയായിരുന്നു. ഇന്ത്യക്ക് മനോഹരമായ ഒരു നിലപാടുണ്ടായിരുന്നു. ചേരിചേരാ നയം. ഓർത്തു നോക്ക് നിങ്ങൾ. അയൽപക്കത്തുള്ളവരെയൊക്കെ ചേർത്ത് പിടിച്ച് ഒന്നിലും കക്ഷി ചേരാതെ, എന്നാൽ നിലപാടുകളിൽ കക്ഷി ചേർന്നുകൊണ്ടൊരു രാജ്യം. എന്ത് നിലപാടാണ് ഇന്ന് ഇന്ത്യക്കുള്ളത്? ഇന്ത്യയിലെ ഒരു വലിയ ഭാഗം ചൈന അടിച്ചു മാറ്റി പോയിരിക്കുന്നു. ആക്ഷേപമില്ല രാജ്യം ഭരിക്കുന്നവർക്ക്. അതിശക്തമായ നിലപാടുകൾ കൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അന്ന് ഈ മോദി എന്താ ചെയ്തത്? മോദി ജനിക്കുന്നതിന് മുമ്പ് സംഘി പുങ്കവന്മാരെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. മോദി ജനിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാനോട് ഇന്ത്യ യുദ്ധം ചെയ്തിട്ടുണ്ട്. മോദി സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ലോകോത്തരമായ ഒരു ഭരണഘടന ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി മുട്ടുകാലിൽ ഇടഞ്ഞു നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. മോദി കൊള്ളിയും പോലും കളിച്ച് നടക്കുന്ന കാലത്ത് ഇന്ത്യ ബക്രാനന്ദൽ കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി സ്കൂളിലെ പാഠപുസ്തകം മറിച്ചു കളിക്കുന്ന കാലത്ത് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി മാനത്ത് നോക്കി നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ താരാപൂർ ന്യൂക്ലിയർ ഊർജ്ജ നിലയം ഉണ്ടാക്കിയിട്ടുണ്ട്.
മോദി മുണ്ടൊടുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ NIT-യും IIM-ഉം നിരവധി യൂണിവേഴ്സിറ്റികളും ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി അക്ഷരം പിറക്കി വായിക്കാൻ പഠിക്കുന്ന കാലത്തിനു മുമ്പ് ഇന്ത്യയുടെ പൊതുമേഖലയിൽ നവരത്ന കമ്പനികൾ ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട്. RSSകാരാ മോദി നിന്റെ ശാഖയിൽ ലാത്തി ചുഴറ്റി പഠിക്കുന്ന കാലത്ത് 1,00,000 പാക് പട്ടാളക്കാരുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ മുമ്പിൽ മുട്ടുകുത്തിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. ഈ മോദി റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടക്കുന്ന കാലത്ത് രാജധാനി പോലെയുള്ള എക്സ്പ്രസ്സുകൾ ഇന്ത്യൻ റെയിൽവേയിൽ തലങ്ങും ബലങ്ങും ചീറിപ്പാഞ്ഞു ഓടിപ്പാഞ്ഞു കളിച്ചിട്ടുണ്ട്. എന്നിട്ട് വന്നിന്റെ മുകളിൽ മുന്തിരി വെച്ച മാതിരി ഇതിന്റെ മുകളിൽ ഒന്ന് കുത്തിട്ട് ഞാനാ ഇന്ത്യ ഉണ്ടാക്കിയത് എന്ന ഭാവത്തിൽ ഇരിക്കുകയാണ്. നിങ്ങൾ എന്താ ഈ രാജ്യത്ത് ഉണ്ടാക്കിയത്? ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തു വെച്ചത് എന്താണ്? ഈ രാജ്യത്തിലെ ജനകീയ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു നിങ്ങൾ. ഇപ്പൊ ഇതാ JNU-വിനെ ഈ QS നാഷണൽ ഇന്റർനാഷണൽ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങില് ജവഹർലാൽ യൂണിവേഴ്സിറ്റിയാണ് ഒന്നാമത്. BJP-കാർക്ക് ജവഹർലാൽ യൂണിവേഴ്സിറ്റി ഇഷ്ടമല്ല, JNU ഇഷ്ടമല്ല. കാര്യം എന്താണ്? NRC-യുടെ പ്രോജ്വലമായ സമരം നടന്നത് അവിടെയാണ്. ആ സമരത്തിൽ ഇന്ത്യയുടെ നിരവധി ആളുകൾ പങ്കെടുത്തു. ദീപിക പട്കോൺ പങ്കെടുത്തു. BJP ദീപിക പട്കോണിനെ ഒരുപാട് വേട്ടയാടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കേണ്ട BJP-കാരാ, നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിന്ന് NRC ഒഴിവാക്കി നിങ്ങൾക്ക് ഓടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ നടന്നു നീങ്ങി സമരം ചെയ്ത രാഹുൽ ഗാന്ധിയുടെ മുമ്പിലാണ് ഇന്ത്യയുടെ കടപ്പാട് എന്ന് പറയാതിരിക്കാനാവില്ല. അന്ന് സമരം നടത്തിയ ഞങ്ങളുടെ പേരിൽ കേസെടുത്തത് പിണറായി വിജയനാണ്. എന്നാൽ ആ സമരങ്ങളുടെ മുമ്പിൽ ധൈര്യപൂർവ്വം നിന്ന് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, ചെറുപ്പക്കാർ എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നതാണ്. എല്ലാവരും ഒരുമിച്ച്. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ രാജ്യത്ത് ചെയ്തു വെച്ച ദ്രോഹങ്ങളുടെ ഏറ്റവും അവസാനത്തെ പ്രതിഫലനം നിങ്ങൾക്ക് തന്നെ പറയേണ്ടി വന്നു. BJP-യുടെ ആഭ്യന്തര സർവേ, എന്താ ആഭ്യന്തര സർവേ പറഞ്ഞ കാര്യങ്ങള്? നിലവിലുള്ള BJP-യുടെ 165 സീറ്റ് നഷ്ടമാകും. നിങ്ങൾ പതുക്കെ പടിയിറങ്ങുകയാണ്. ഞാൻ പൊന്നാളിയ സുഹൃത്തുക്കളോട് പറയട്ടെ, ഇന്ത്യ ജയിക്കുക തന്നെ ചെയ്യും, ഒരു സംശയം കാര്യത്തിലില്ല. ഈ രാജ്യം 300 കൊല്ലം ബ്രിട്ടീഷുകാരനോട് സമരം ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പിടിച്ചതെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഫാഷിസ്റ്റുകളെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചോടിക്കാൻ കഴിയുന്ന പാതയിലേക്ക് വന്നു എന്നതിന്റെ ആഭ്യന്തര കണക്കാണ്. BJP-യുടെ ആഭ്യന്തര സർവേ പറയുന്നത് തോൽക്കുമെന്നാണ്. രാജസ്ഥാനിൽ, ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ, ബീഹാറിൽ നിതീഷ് കുമാറിനെ പോലെ ഒരു കാലുമാറിയെ കൊണ്ടുപോയിട്ടും ബീഹാർ നിങ്ങൾക്ക് അനുകൂലമാവുന്നില്ല. ഇവിടെ പാഠം പഠിക്കേണ്ടത് BJP മാത്രമല്ല, CPM കൂടിയാണ്. എന്താണെന്നറിയോ നിങ്ങള്? രാജസ്ഥാനിലടക്കം കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്ന വാർത്ത വരുമ്പോഴും ഒരു തരി പോലും ഇന്നുന്നില്ല ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും. നിങ്ങൾ പോയെടുത്ത് ജനങ്ങൾ നിങ്ങളെ പിന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പോലുമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ ധാരയെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾക്ക് എവിടെയും മുന്നേറാൻ വയ്യ. ഈ ആഭ്യന്തര സർവേയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം നിങ്ങൾക്കറിയുമോ? ഇന്ന് BJP ഇന്ത്യ ഭരിക്കുന്നത് 15% മനുഷ്യരുടെ വോട്ട് കൊണ്ടാണ്. രാജ്യത്തിലെ 85% വോട്ട് അവർക്കെതിരാണെന്ന് ഞാൻ പറയണില്ല, അവർക്ക് അനുകൂലമല്ല. 15%. എന്നാൽ അവരുടെ ആഭ്യന്തര സർവേ പറയുന്നത് 10 കൊല്ലം അവർ ഈ രാജ്യത്ത് ഭരിച്ച് സകല പേക്കൂത്തുകളിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്തിലെ 79% ഹിന്ദുക്കൾ ഈ രാജ്യം മതേതരമാവണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് BJP പറയുന്നത്. ഈ രാജ്യത്തിലെ 11% ഹിന്ദുക്കൾ, BJP-ക്കാർ, അവർക്ക് 15% വോട്ട് കിട്ടിയപ്പെടും. 11% പേര് മാത്രമാണ് ഈ രാജ്യം ഒരു മതരാഷ്ട്രമാകണമെന്ന് സംസാരിക്കുന്നുള്ളൂ എന്ന് അവർ തന്നെ സമ്മതിക്കേണ്ടി വരുന്നു. അവർക്ക് പറയേണ്ടി വരുന്നു. നിങ്ങൾ പറയണം, നിങ്ങൾ ഈ രാജ്യം ഭരിച്ചിട്ട് ഈ മോദി ഗ്യാരണ്ടിയുടെ പരസ്യം ഇന്നില്ലേ? ഇന്നത്തെ നിങ്ങൾ ആ ഗൂഗിൾ എടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഇന്ന് ഡോളറിന്റെ റേറ്റ് എത്രയാണ്? 84 രൂപയാണ്. 84 രൂപ. എന്റെ മുമ്പിൽ കാരണമായിരിക്കണില്ലേ? നിങ്ങളൊന്ന് പരിശോധിക്കുക. 84 രൂപ ഡോളറിന് വന്ന കാലമേതാണ്? ഇന്ത്യയുടെ ചരിത്രത്തിൽ 84 രൂപ ഡോളറിന് വന്നിട്ടില്ല. പിന്നെ എന്ത് മോദി ഗ്യാരണ്ടിയാണ്? രാജ്യം ഈ ഗുരുതരമായ പ്രശ്നത്തിലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ എല്ലാവരും മൗനം വഞ്ചിക്കേണ്ടുന്ന സമയമാണ്.
എല്ലാവരും വഞ്ചിക്കുന്നുണ്ടോ? എല്ലാവരും ശബ്ദം. യഥാർത്ഥത്തിൽ ഇടതുപക്ഷക്കാരൻ, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഒരു UDF കാരനാണ്. നിങ്ങളല്ലേ ഇത് സംസാരിക്കേണ്ടത്? നിങ്ങൾ BJPയുടെ മിനിയേച്ചറായി ഇവിടുത്തെ മുസ്ലിം വോട്ട് കിട്ടാൻ ഒരു തന്ത്രം, ഹിന്ദു വോട്ട് കിട്ടാൻ ഒരു തന്ത്രം, ക്രിസ്ത്യാനി വോട്ട് കിട്ടാൻ ഒരു തന്ത്രം. അങ്ങനെയല്ലല്ലോ നിങ്ങൾ പെരുമാറേണ്ടത്. ഈ രാഷ്ട്രീയ ധാരയിൽ നിങ്ങൾ കൂടി ഉണ്ടാവണ്ടേ? നിങ്ങൾ നിശബ്ദരാകാൻ പറ്റുമോ? നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ, ബോംബെയിൽ ഇന്ത്യ മുന്നണി ചേരുമ്പോ നിങ്ങൾ വന്നില്ലല്ലോ. എന്തേ വരാത്തത്? സീതാറാം യെച്ചൂരിക്ക് വരണമെന്നുണ്ട്, പാവ മനുഷ്യൻ വരണമെന്നുണ്ട്. പക്ഷേ അയാൾക്ക് ഒറ്റയ്ക്ക് വരാനാവൂല. കാര്യമെന്ത്? AKG സെന്ററിലെ ചായന്റെ ബില്ല് അടക്കണമെങ്കിൽ പിണറായി വിജയൻ ഇവിടുന്ന് കൊടുക്കണം. ത്രിപുരയിൽ നിന്നും ബംഗാളിൽ നിന്നും വരാനില്ല. പാർട്ടി സെക്രട്ടറി അദ്ദേഹമാണെങ്കിലും പാർട്ടി മുതലാളി പിണറായി ആയതുകൊണ്ട് അദ്ദേഹത്തിന് പിണറായി പറയുന്നത് കേൾക്കാനേ പറ്റൂ. അദ്ദേഹം പങ്കെടുത്തില്ല, ഇന്ത്യ മുന്നണിയിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധി കാശ്മീരിൽ അദ്ദേഹത്തിന്റെ 1ാം ജോഡോ യാത്ര സമാപിക്കുമ്പോ ഈ പിണറായി വിജയൻ തെലുങ്കാനയിലാണ്. TRSന്റെ കൂടെ 3ാം മുന്നണി ഉണ്ടാക്കാനുള്ള പ്രയത്നത്തിലാണ്. ഞാൻ നിങ്ങളോട് ഒരു 10 കൊല്ലം പിറകിലേക്ക്, CPMനെ ഒന്ന് അറിയാൻ ഒരു 10 കൊല്ലം പിറകിലേക്ക് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക്. 10 കൊല്ലം മുമ്പ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ച് പുറത്തേക്ക് വരിക CPM. എന്താ കാര്യം എന്നറിയോ? ആണവ കരാർ. ആണവ കരാറും ഭയങ്കര അപകടമാണെന്നാണ് CPM പറഞ്ഞത്. കേട്ടോ CPMകാരാ, നിങ്ങളുടെ ഒരു കഷ്ടകാലം ഞാൻ പറയട്ടെ. ഇപ്പൊ ഈ അടുത്ത് UAE COP28 അന്താരാഷ്ട്ര പാരിസ്ഥിതിക സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിന്റെ കൺക്ലൂഷൻ എന്താണെന്നറിയോ? ലോകത്തെ ഏറ്റവും നല്ല എനർജി അത് വിൻഡ് എനർജി അല്ല, നമ്മളുടെ സോളാർ എനർജി അല്ല, വാട്ടർ എനർജി അല്ല, ഏറ്റവും നല്ല എനർജി ആണവോർജമാണ്. നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ശശിയാവാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരു ജീവിതമായി പോയല്ലോ സഖാക്കളെ. ഈ ട്രാക്ടറിനൊക്കെ എതിരെ സമരം ചെയ്ത പോലത്തെ ഒരു പൊട്ട സമരമാണ് 10 കൊല്ലം മുമ്പ് മൻമോഹനെ താഴെ ഇറക്കാൻ നിങ്ങൾ നടത്തിയത്. അതാ ഇപ്പൊ COP28 പറയണത്. തീരുന്നില്ല. അന്ന് 10 കൊല്ലം മുമ്പ് നിങ്ങൾ ആ മുന്നണിയുടെ പിന്തുണ പിൻവലിച്ച് നേരെ പോയത് രാംലീല മൈതാനിയിലാണ്. അവിടെ ചെന്നപ്പോ അവിടെ ഒരു കളവൻ നിൽക്കുന്നുണ്ട്. കണ്ടാൽ ഒരു സാത്വിക ഭാവം, തലയിൽ ഒരു ഗാന്ധി തൊപ്പി, അണ്ണാ ഹസാരെ എന്ന് പറയുന്ന കള്ളൻ അവിടെ ഇരിക്കുന്നുണ്ട്. ലോക്പാൽ ബില്ല പറഞ്ഞത് എന്താ പറഞ്ഞത്? രണ്ടാം ഗാന്ധി, രണ്ടാം ഗോസയാണ്. ഈ കള്ളനുണ്ടല്ലോ അവിടെ നിൽക്കുമ്പോ കൂടെ വേറൊരുത്തൻ, ഒരു കള്ള സന്യാസി, ബാബ രാംദേവ്, മൂത്രം വിറ്റ് ജീവിക്കുന്നവൻ. രാജ്യത്തെ മുഴുവൻ ഷോപ്പ് ഉണ്ടാക്കിയിട്ട് മൂത്രം കലക്കി വിറ്റ ബാബ രാംദേവ് കോടികൾ ഉണ്ടാക്കി. ആ ബാബ രാംദേവിനും അണ്ണാ ഹസാരക്കും വേണ്ടി കേരളത്തിന്റെ തെരുവിൽ മാത്രം 200 ചില്ലാനം പ്രകടനം നടത്തിയെന്ന് സ്വന്തം വെബ്സൈറ്റിൽ അഭിമാനപൂർവ്വം എഴുതി വെച്ച പൊട്ടന്മാരുടെ പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. നിങ്ങൾ നോക്ക്, ഇപ്പോഴുണ്ട്. ആർക്ക് വേണ്ടി? ഈ മൂത്ര കച്ചവടക്കാരന് വേണ്ടിയിട്ടും കാട്ടുകള്ളനായ അണ്ണാ ഹസാരക്ക് വേണ്ടിയിട്ടും കോൺഗ്രസിനെ പണി പറയാൻ, UPA ഗവൺമെന്റിനെ പണി പറയാൻ പ്രകടനം നടത്തിയ പാർട്ടിയാണ് നിങ്ങൾ. നിങ്ങളുടെ വെബ്സൈറ്റിലുണ്ട് ഇപ്പോഴും അത്. അറിയോ നിങ്ങൾക്ക്? പിന്നെ ബോംബെയിൽ പങ്കെടുക്കാതിരുന്നതിന് സെന്റിമെന്റ്സ് ഒക്കെ ഞങ്ങൾക്കറിയാം. പിണറായി വിജയന് അതിനേക്കാൾ വലിയ ടെൻഷനാണ്. ക്ലിഫ് ഹൗസ് ഇപ്പോൾ ഒരു അച്ഛനെ ഉറങ്ങാത്ത വീടാണ്. വലിയ ബേജാറില്ലാതെ അങ്ങനെ നമുക്ക് തെരഞ്ഞെടുപ്പ് ഉഷാറൊക്കെ ഉണ്ടെങ്കിലും മൂപ്പരെ ഒരു കണ്ടാൽ തന്നെ അറിയാം. അല്ലെങ്കിൽ തന്നെ മോന്തയിൽ വിളിച്ചല്ലേ ഇപ്പൊ തീരെയില്ല, കിടക്കുകയാണ്. എന്താണ് സ്ഥിതി? SFI തലക്ക് മുകളിലാണ്. മോദി കനിഞ്ഞിട്ട് തൽക്കാലം പിടിച്ചു നിർത്താൻ നിയമത്തിന്റെ പടിയിൽ പെട്ട് കിടക്കുകയാണ്. എപ്പ കുടുങ്ങും എന്ന് പറയാൻ കഴിയില്ല, എപ്പോഴാണ് പെടുക എന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ വൈദ്യനാഥൻ വക്കീലിനെ കൊണ്ടതാ ബാധിപ്പിച്ചത്. അദ്ദേഹം ബാധിച്ചത് കോടതിയിൽ 50 ലക്ഷം റുപ്യ KSIDC കൊടുത്തത്. മോൾക്ക് മാസപ്പടി കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട വിവാദത്തില്, കരിമണൽ കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ KSIDC കൊടുക്കുന്നത് 50 ലക്ഷം റുപ്യയാണ്. ഇതെങ്ങനെ കൊടുക്കുക? നിങ്ങൾ തോന്നിയാസം ചെയ്തിട്ട് ഈ രാജ്യത്തിലെ പൈസ എടുത്തില്ല വക്കീലിനെ വക്കല്? അതാണോ ചെയ്യേണ്ടത്? അതാണോ മര്യാദ? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സ്ത്രീധനം കിട്ടിയതാണോ KSIDCയുടെ പണം? രാജ്യത്തിലെ ജനങ്ങളുടെ പൈസ അല്ലേ? അരവിന്ദ് ദത്താറിനെ ബാംഗ്ലൂരിൽ കൊണ്ടുവരിക, വാദിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടില്ലല്ലോ. നിങ്ങൾ രക്ഷപ്പെട്ടില്ല. ഞാൻ പിണറായി വിജയനോട് ചോദിക്കണില്ല, MP ഗോവിന്ദനോട് ചോദിക്കട്ടെ. അങ്ങ് പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ? ഒരു മിനിമം മര്യാദയുണ്ടെങ്കിൽ MP ഗോവിന്ദനോട് ചോദിക്കട്ടെ. നിങ്ങൾ ഈ കളവ് കേസിനെ, അഴിമതി കേസിനെ തള്ളി പറയൂ.
നിങ്ങൾ കോൺഗ്രസിനെ കുറ്റം പറയുന്നില്ല. കെ മുരളീധരൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് കരുണാകരന്റെ മകള് പാർട്ടി വിട്ടുപോകുന്നത്. ആരാ കരുണാകരൻ? പ്രഗത്ഭനായ ശക്തനായ ഇന്ത്യയിലെ അതിശക്തനായ മതേതരവാദി, കോൺഗ്രസിന്റെ തേരാളി, വിശ്വാസിയായ മനുഷ്യൻ. ആ കരുണാകരന്റെ ഒരു ലെഗസി ഉണ്ട്. അത് പറയിപ്പിച്ചുകൊണ്ടാണ് കരുണാകരന്റെ മകൾ BJP-യിലേക്ക് പോകുന്നത്. മുരളി സ്ഥാനാർത്ഥിയാണ്. അന്ന് മുരളിയുടെ പത്രസമ്മേളനമുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്റെ ഉള്ളം പിടച്ചിട്ടാണ് ഞാൻ ആ വാർത്ത കാണുന്നത്. പക്ഷെ മുരളി പതറിയില്ല. ഒരു വേള പതറാതെ തള്ളിപ്പറഞ്ഞു സ്വന്തം പെങ്ങളെ. ആന്റണി ഇന്ത്യയിലെ 10 വർഷക്കാലം ചക്കരക്കുടമെന്ന് പറഞ്ഞൂടാ, അതിനുമപ്പുറം അഭിപ്രായ വ്യത്യാസം പലതും ഉണ്ടാകും AK ആന്റണിയോട് പലർക്കും. ഇന്നുവരെ അഴിമതിക്കാരെന്ന് പറഞ്ഞില്ല. കോടാന് രൂപ കൈവെള്ളയിലൂടെ മറിഞ്ഞിട്ടും 10 ഉറുപ്പിക എടുത്തില്ല ആ മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഇത് ഇഷ്ടമില്ലാത്ത ഒരുത്തൻ വളരുന്നുണ്ടായിരുന്നു, അനിൽ. അയാൾക്കിഷ്ടം കക്കുന്ന BJP-യാണ്, കക്കാത്ത ആന്റണിയെ അല്ല. അതുകൊണ്ട് കക്കുന്ന BJP-ന്റെ കൂടെ മൂപ്പര് പോയി. വാർദ്ധക്യത്തിലും ആന്റണി ഉറച്ച ശബ്ദത്തിൽ കഴിഞ്ഞ ആഴ്ചയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ മകനെ തള്ളിപ്പറഞ്ഞു. പിണറായി വിജയൻ പറയോ? പിണറായി വിജയൻ പറഞ്ഞല്ലോ, ആ PV ഞാനല്ല. എന്നാ പിന്നെ ഈ വീണ മോളല്ല എന്ന് പറയോ? പറയാൻ വയ്യല്ലോ. കാരണം എന്താണ്? അത് പിണറായിന്റെ മോളാണ്. MP ജയരാജൻ എന്താണ്? MP ഗോവിന്ദന്റെ മോളല്ലല്ലോ. പക്ഷെ MP ഗോവിന്ദന് പറയാൻ പറ്റൂല. കാര്യം എന്ത്? മഹാരാജാവിന്റെ മോളാണ്. മഹാരാജാവ് കഴിഞ്ഞില്ലെങ്കിൽ MP ഗോവിന്ദനില്ല, അതുകൊണ്ട് പറയൂല. എന്നാ MP ഗോവിന്ദ, നിങ്ങൾ കേൾക്ക്. ഈ തട്ടിപ്പ് നടത്താൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ കൊടുത്ത അഡ്രസ് കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടഡ്രസ് അല്ല, AKG സെന്ററിന്റെ അഡ്രസ്സാണ്. അറിയാങ്ങള് എക്സാലോജിക് എന്ന കമ്പനിയിൽ കൊടുത്ത വീണയുടെ ഫ്രം അഡ്രസ് AKG സെന്റർ തിരുവനന്തപുരമാണ്. ഈ പൊന്നാനിയിലെ പാവപ്പെട്ട സഖാക്കൾ അവന്റെ വേർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ ആഫീസാ കൊടുത്തത്. അപ്പൊ ഗോവിന്ദമാ പോരുക, തള്ളി പറയാ? എവിടെ തള്ളി പറയാൻ? എന്നാൽ ഒരു ഉളുപ്പില്ലാതെ ഗോവിന്ദൻ തള്ളി പറയും. ആരെ? പാനൂരിൽ ബോംബ് പൊട്ടിച്ച DYFI-ക്കാരെ ഒറ്റ തള്ളിപ്പറച്ചിലാണ്. എന്താ പറഞ്ഞത്? DYFI CPM-ന്റെ പോഷക സംഘടനയല്ല. ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ആലോചിച്ച്, ഇയാളൊക്കെ ഏത് കോത്താഴത്താണോ ജീവിക്കുന്നത്? ഇത്ര സുതാര്യമായ ഒരു കാലത്ത് DYFI CPM-ന്റെ പോഷക സംഘടന അല്ല എന്ന് പറഞ്ഞാൽ ലോകത്താരും വിശ്വസിക്കും. ആ കുട്ടികളെ കണ്ടാൽ തന്നെ അറിയില്ല വാപ്പങ്ങളാണ്. ആയിട്ടുകളുടെ കയ്യിലിരിക്കും സ്വഭാവവും, ആ കയ്യിലെ ബോംബും മറ്റേ കയ്യിലെ കത്തിയൊക്കെ കണ്ടാൽ അവിടെ വാപ്പനെ കണ്ടാൽ ആ ഓരെ കണ്ടിട്ട് ഇത് കോൺഗ്രസ് ആണ്, ഇത് ലീഗാന്ന് ആരെയും പറയോ? പറയില്ലല്ലോ. ജനങ്ങൾക്ക് ആരെങ്കിലും വിഡ്ഢിയാക്കണത്? പണ്ടൊക്കെ സഖാക്കളെ വിഡ്ഢിയാക്കണ മാതിരിയാ. നിങ്ങൾ ആരെ വിഡ്ഢിയാക്കണത്? ഒറ്റയടിക്ക് തള്ളിപ്പറയാൻ സുഖാണ്. മക്കളൊന്നും അതിലില്ലല്ലോ. MP ഗോവിന്ദന്റെ മോൻ ബോംബ് ഉണ്ടാക്കൂലല്ലോ, പിണറായിന്റെ മോൻ ബോംബ് ഉണ്ടാക്കൂലല്ലോ. EP ജയരാജന്റെ, MP ജയരാജന്റെ, ശൈലജ ടീച്ചറുടെ, വിജയരാഘവന്റെ, അവരുടെ മക്കളൊന്നും ബോംബ് ഉണ്ടാക്കൂല. അവരുടെ മക്കൾ പൈസ ഉണ്ടാക്കും, നാട്ടുകാരുടെ മക്കൾ ബോംബ് ഉണ്ടാക്കും. അവരുടെ മക്കൾ സുഖമായിട്ട് ജീവിക്കും, നാട്ടുകാരുടെ മക്കൾ ബോംബ് പൊട്ടി മരിക്കും. അല്ലേ? ഒരു സഖാവിന്റെ മോനുമില്ല, പുന്നാര സഖാവിന്റെ മോനുമില്ല. പിന്നെന്താ തള്ളി പറഞ്ഞാൽ? പക്ഷേ EP ജയരാജൻ അയാൾക്ക് സ്വതസിദ്ധമായ പൊട്ടത്തരമുള്ളത് കൊണ്ട് സത്യം പറഞ്ഞു പോകും. അദ്ദേഹം സത്യം പറഞ്ഞു. ഇന്നലെ എന്താ പറഞ്ഞത്? ജയിക്കാൻ പോണ പാർട്ടി എന്തിനാണ് ബോംബ് ഉണ്ടാക്കുന്നത്? സത്യല്ലേ? നിങ്ങൾ തോക്കാൻ പോകുന്നതാണ് ബോംബ് ഉണ്ടാക്കിയത്. ആർക്കറിയാത്തത്? നിങ്ങൾ തോക്കാൻ പോകുന്നതല്ലേ ബോംബ് ഉണ്ടാക്കുക. അതല്ല നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത്. ഞാൻ CPM-കാരോട് പറയുന്നത്, നിങ്ങള് ആരെ കണ്ടും പഠിക്കണ്ട, മുരളിനെ കണ്ടു പഠിക്കണ്ട, നിങ്ങൾ ആന്റണിയെ കണ്ടു പഠിക്കണ്ട. നിങ്ങൾ മിനിമം VS അച്യുതാനന്ദനെ കണ്ടെങ്കിലും പഠിക്കുക. ആ മനുഷ്യനാണ് സ്വന്തം മകന്റെ പേരിൽ സാമ്പത്തിക ആരോപണം വന്നപ്പോ, അഴിമതി ആരോപണം വന്നപ്പോ 9 പേജുള്ള കത്ത് CBIക്ക് എഴുതി ഇവനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അത് രാഷ്ട്രീയ സത്യസന്ധതയല്ലേ? അത് മര്യാദയല്ലേ? അതല്ലേ മാന്യത? നിങ്ങൾ ചെയ്യോ? അല്ലെങ്കിലും ചെയ്യാൻ നിങ്ങൾ തയ്യാറാവൂല. എന്നിട്ട് കക്കുക, മുടിക്കുക. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും, അവർക്ക് വേണ്ടി ഭരിക്കാവുന്ന എന്തെങ്കിലും ഒന്ന്
അതൊന്നുമില്ല. ഞാൻ കുഞ്ഞനന്തനെ കുറിച്ച് പറഞ്ഞതാണ് ഇവരുടെ വലിയ പ്രശ്നം. ഞാൻ കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. ഞാൻ കുറെ നേരം ആവർത്തിച്ച് പറയണു. കേസെടുക്കുമെന്ന് പാർട്ടി സെക്രട്ടറിയാ പറഞ്ഞത്. എടുക്ക് കേസ്. എന്താ എനിക്ക് കേസ് ചെയ്യാൻ അടങ്ങാറായിട്ട് കുത്തിരിക്കുക? 14 കേസുണ്ടല്ലോ വളർച്ച. പക്ഷെ ഈ കേസ് നിങ്ങൾ എടുക്ക്. എനിക്കെതിരെ എടുത്ത എല്ലാ കേസിന്റെ ആഫീസും പൂട്ടിക്കാൻ ഈ ഒരൊറ്റ കേസ് നിങ്ങൾ എടുത്താൽ എനിക്ക് പറ്റും. അത് അറിഞ്ഞോണ്ടാ പറയണത്. ഒരു കുഞ്ഞനന്തനല്ല സഖാവേ വിഷയം. എന്റെ ടാർഗറ്റും കുഞ്ഞനന്തനല്ല. TP-യെ കൊന്ന CH അശോകൻ എങ്ങനെയാ മരിച്ചത്? ഇതെങ്ങനെ? നിങ്ങൾ മലപ്പുറത്തേർക്ക് ആ പ്രശ്നമില്ല. ഞാൻ കണ്ണൂരിൽ 10 കൊല്ലം MLA ആണ്. MSF-ന്റെ കാലം മുതൽ ഞാൻ രാഷ്ട്രീയം കളിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ട് കണ്ണൂര്. എനിക്കറിയാം. ഷുക്കൂറിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കിയിട്ട് തിരിച്ചു പോകുമ്പോ എന്റെ വണ്ടിയുടെ മുമ്പിലും പറകിലും പോകാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് CPM. എനിക്കറിയാം. മരിച്ചോടത്ത് പോയി വരുമ്പോ എനിക്കറിയാം കണ്ണൂരിനെ. നിങ്ങൾക്ക് TP-യെ കൊലപ്പെടുത്തിയാൽ കുറച്ചു ദിവസം പ്രസംഗമാണ്, വർത്തമാനമാണ്. പത്രക്കാർക്ക് അങ്ങനെയാണ്. നമ്മളൊക്കെ പിരിഞ്ഞു പോകും. കണ്ണൂരിൽ അങ്ങനെയല്ല. കൊന്നവൻ പിന്നെയും കൊല്ലപ്പെടും. അവനെ കൊന്നവൻ പിന്നെയും. ഇതൊരു സീരീസ് ആണ്. കുഞ്ഞനന്ത മാത്രമല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഫസലിനെ കൊന്ന 3 പ്രതികൾ 3 സ്ഥലത്ത് ഭീകരമാം വിധത്തിൽ കൊല്ലപ്പെട്ടു. പ്രതികൾ അന്വേഷിച്ച DYSP പറഞ്ഞു ദുരൂഹതയുണ്ട്. ഞങ്ങളുടെ പൊന്നുമോൻ ഷുക്കൂറിനെ കൊന്ന കൊലയാളി മറ്റൊരു കൊലയാളിയുടെ ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഭാര്യ മരിച്ച നിലയിൽ കണ്ടെത്തി. ദുരൂഹ സാഹചര്യം. കഴിഞ്ഞ വർഷം നിങ്ങൾ ബോംബെറിഞ്ഞു കൊന്ന മൻസൂറിന്റെ കൊലപാതകി വളയത്ത് പോയിട്ട് മരിച്ചു. ഇതെന്താണോ ഇങ്ങനെ? ഈ കൊന്നവനെ പിന്നെയും ആരാ നിങ്ങൾ ഈ കൊലയാളികൾ എന്നറിയോ? TP-യെ 50 വെട്ടുപെട്ടിയിട്ട് 50 വെട്ടൊരു ദേഹത്ത്. അവസാന ശ്വാസത്തിന് വേണ്ടി TP ഇങ്ങനെ പൊളയാണ്. ആ നിമിഷം വണ്ടിയുടെ ഡോറ് വലിച്ചു തുറന്നിറങ്ങിയിട്ട് 51ാമത്തെ വെട്ടുപെട്ടിയവന്റെ പേരാണ് കൊലയാളിയായ ഷാഫി. ഈ തെമ്മാടിക്കൂട്ടങ്ങൾക്ക് എവിടെയാണോ മനുഷ്യത്വം? ഒരാൾ എങ്ങനെ ആത്മഹത്യ ചെയ്യാ? ദുർബലമായ മനുഷ്യരാണ് ആത്മഹത്യയിലേക്ക് പോവുക. ഈ കൊലയാളികൾ ആത്മഹത്യ ചെയ്യാ. പിന്നെ എങ്ങനെയായി കണ്ണൂരിൽ ഇങ്ങനെ നിങ്ങളെ ഈ കൊലയാളി കൂട്ടങ്ങൾ ചത്തുമലച്ച് കിടക്കുന്നത്? എന്നിട്ട് പറഞ്ഞ എന്നെ മൂക്കിൽ വലിക്കും അല്ലേ? എന്നെങ്കിൽ നിങ്ങൾ കൊറേ കേസൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ചെയ്യേ. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നു MP ഗോപിനാഥനോട്, നിങ്ങൾ കേസ് കൊടുക്കുന്നു പറഞ്ഞ സ്ഥിതിക്ക് കൊടുക്ക്. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കുഞ്ഞനന്തൻ, ഞാന് കണ്ണൂർ അഴീക്കോട് MLA ആയിരിക്കുന്ന സമയത്താണ് കുഞ്ഞനന്തൻ മരിക്കുന്നത്. അഴീക്കോട് വെറുതല്ല, സെൻട്രൽ ജയിൽ എന്റെ മണ്ഡലത്തിലാണ്. ആ സെൻട്രൽ ജയിലെ കുടൽക്കിണർ കുത്തിക്കൊടുത്ത് ഇപ്പം പോയാൽ കാണാം ബോർഡ് അവിടെ KM ഷാജിയുടെ MLA-യുടെ വക. അറിയാമല്ലോ, കുഞ്ഞനന്തന്റെ കൈ പിടിച്ച് അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. ഒരു കുറിയ മനുഷ്യൻ എന്റെ അടുത്ത് വന്നിട്ട് കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞിട്ട് കൈ തരുമ്പോ ഒരു വിറയൽ എന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം TP എനിക്ക് എത്ര ഇഷ്ടമായിരുന്നു. TP എനിക്ക് അറിയാമായിരുന്നു, വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. അറിയോ നിങ്ങൾക്ക്? കൊലപാതക രാഷ്ട്രീയം. എന്നിട്ട് പറയാണ് മുസ്ലിങ്ങളെ കുറച്ച് തരിപ്പ് കയറ്റുക, ക്രിസ്ത്യാനികളെ കുറച്ച് തരിപ്പ് കയറ്റുക, തെരഞ്ഞെടുപ്പാകുമ്പോ സെന്റിമെന്റ്സ് എല്ലാം കൂടി വാരിക്കൂട്ടി കൊട്ടാലിടുക, എന്നിട്ട് ധരിക്കുക. 10 ഉറുപ്പിന് പകരം അവർക്കില്ല. ഇത് സീരിയൽ നമ്പറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തു പറഞ്ഞാലും പറയണില്ലേ? എന്താ പറയാ? കേന്ദ്രം ഇവിടെ, ഈ കേന്ദ്രം ഇവിടെയുള്ളൂ. തമിഴ്നാട്ടിലെ കേന്ദ്രം ബംഗ്ലാദേശ, കർണാടകയുടെ കേന്ദ്രം പാകിസ്ഥാന, ഇന്ത്യനല്ലേ? എന്നാ പിന്നെ പൊന്നാനിന്ന് ഡീസൽ അടിച്ചാൽ നിങ്ങൾ കർണാടകയെ പോയി അടിച്ചാൽ 10 ഉറുപ്പിക കുറവാണല്ലോ. സിദ്ധരാമയ്യ റഷ്യന്ന് നേരിട്ട് പെട്രോൾ ഇറക്കുക. മോദിന്റെ പെട്രോളല്ലേ? എങ്ങനെ കുറയുന്നത്? മോദി വില കൂട്ടിയപ്പോൾ സിദ്ധരാമയ്യ വില കുറച്ചു. മോദി വില കൂട്ടിയപ്പോ പിണറായി വില കൂട്ടി. 2 രൂപ പിന്നെ എങ്ങനെയാണോ ഈ നാട് നന്നാവുക? ഇവിടുത്തെ അരിയുടെ വിലയാണോ ഗുണ്ടിൽപേട്ട? ഇവിടുത്തെ അരിയുടെ വിലയാണോ ഗൂഡല്ലൂര്? പഞ്ചസാരയുടെ, പച്ചക്കറിയുടെ അവിടെ വിലക്കുറവാണല്ലോ. ഇതാ പെണ്ണുങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളുടെ പെണ്ണുങ്ങൾക്കൊക്കെ ആ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയിക്കോളി. എന്ത് സുഖമാണ്. നിങ്ങൾ പദവ രാവിലെ ഭർത്താവ് പോയിട്ടൊന്ന് തെറ്റി നോക്കുക, തെറ്റിയ നേരെ ബസ് കയറി കുത്തിരിക്കുക. അങ്ങനെ പോകുമ്പോ കാഴ്ചയൊക്കെ കാണുമ്പോൾ മനസ്സിന്റെ പിരിമുറുക്കൊക്കെ മാറും. ഭർത്താവിന് വൈകുന്നേരമാകുമ്പോഴത്തേന് മൂപ്പര ടെൻഷന് തീരും.
ഉഷാറ. ബസ്സിന് പൈസ കൊടുക്കണ്ടെന്ന്, പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണ്. കർണാടകയിലും തമിഴ്നാട്ടിലും പെണ്ണുങ്ങൾക്ക് സ്റ്റേറ്റിൽ മുഴുവൻ യാത്ര ചെയ്യാൻ ഫ്രീ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെയാണ് ബസ്സിന് പൈസ കൊടുത്താൽ മാത്രം പോരാ, ബസ്സിന്റെ പുറത്ത് സർക്കാരിന്റെ പരസ്യം മൂപ്പര മോന്ത, അന്ന് വെള്ളം കുടിക്കാൻ തോന്നൂല. പിന്നെ എങ്ങനെയാണ് പിണറായി ആ മോൻ മനുഷ്യൻ അംഗീകരിക്കും? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മൈക്ക് വരെ സമ്മതിക്കുന്നില്ല, പ്രസംഗിക്കാൻ സമ്മതിക്കുന്നില്ല. മൈക്കിനും മടുത്തിട്ട് ആനനെ പറ്റി പറയുമ്പോ ഒരിക്കലും കൊച്ചിനിപ്പോ പറയുന്നുണ്ട്, ആനക്ക് എന്താ ബോറടിക്കൂലേ? ഇവിടെ മൈക്കിനും ബോറടിക്കടോ. ഇത് ഈ തള്ള എത്ര സഹിക്കുക? ഞാൻ നോക്കുമ്പോ മൂപ്പരെന്തോ പറയുന്നു, മൈക്ക് വേറെന്തോ പറയുന്നു. മൈക്ക് സ്വയം സംസാരിച്ചു തുടങ്ങി, മടുത്തിരിക്കാൻ. കഴിഞ്ഞ ഇവിടുത്തെ സ്ഥാനാർത്ഥിന്റെ ഒക്കെ എന്താണ് കഴിഞ്ഞ മുമ്പൊക്കെ പൊന്നാനി മത്സരിക്കുമ്പോ സ്ഥാനാർത്ഥിന്റെ ചെറിയ ഫോട്ടോ, മുകളിൽ പിണറായിയുടെ ഫോട്ടോ. ഇപ്പൊ എന്താ ഫോട്ടോ ഇല്ലാത്തത്? ഇവിടെ 1500 ഹോർഡിങ്ങിന് ഓർഡർ കൊടുത്തിട്ട് റദ്ദ് ചെയ്തു സർക്കാർ. എന്താ കണ്ടെത്തിയെന്നറിയോ? ഒരു മോന്തക്ക് 1000 വോട്ട് വെച്ച് കുറയും. അവിടെ വണ്ടച്ചു സ്റ്റാർ ക്യാമ്പയിനറാണ്. ഇല്ല, ഒരു സ്ഥലത്തില്ല, പോകുന്നവർ തന്നെ ആളില്ല, നിരീക്ഷണം നടത്തി പോവാൻ. എന്ത് എത്രമാത്രം ജനങ്ങൾക്ക് ഉപകാരം. എന്നിട്ട് AK ബാലൻ പറയാണ്, എന്നാലും സഖാക്കളെ വോട്ട് ചെയ്യണം. എന്തിന്? ചിഹ്ന രക്ഷിക്കാൻ. ചിഹ്ന രക്ഷിക്കാൻ. നമ്മൾ ഇന്ത്യ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വോട്ട് ചെയ്യുമ്പോഴാണ് മൂപ്പർ ചിഹ്ന രക്ഷിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആജാതി ചൊറുക്കുള്ള ചിഹ്നാണോ വാല? അരിവാളും ചുറ്റിയൊക്കെ അല്ലേ? അതങ്ങ് പോയാൽ തന്നെ നല്ല ചിഹ്നല്ലേ? ബോംബ് വെച്ചോളി, ബോംബ് വെച്ചാൽ മതി. അരിവാളിനേക്കാൾ കുറച്ചുകൂടെ മാരകമായ സാധനമാണ്. നിങ്ങൾക്ക് പറ്റിയ ചിഹ്നാൻ അത് ചെയ്താ പോലെ. എന്തൊരു പാർട്ടിയാണോ? എന്നിട്ട് പറയാൻ BJPയെ തോൽപ്പിക്കാൻ, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യണല്ലേ? സഖാവേ, നേരം കിട്ടുമ്പോ ആ ഗൂഗിൾ എടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ എത്ര സീറ്റ് ഉണ്ട്? 543 സീറ്റ്. നിങ്ങൾ എത്ര സീറ്റിൽ മത്സരിക്കുന്നത്? പഞ്ചാബി ഹൗസിൽ ദിലീപ് ഹരിശ്രീ അശോകനോട് പറയുന്നുണ്ട്, ഹരിശ്രീ അശോകൻ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദിലീപ് പറയുന്നുണ്ട്, ഒക്കെ ശരിയായില്ലേ, പക്ഷെ കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യങ്ങളുമാണെന്നാണ് കേട്ടോ. 543 സീറ്റിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മിനിമം ഒരു 50 സീറ്റിൽ നോമിനേഷൻ കൊടുക്കാനുള്ള ആവതെങ്കിലും ഉണ്ടെങ്കിൽ വർത്താനം പറഞ്ഞാൽ പോരെ. അപ്പൊ നിങ്ങൾക്ക് ലീഗോ? ഇവിടെ ലീഗ് ചെറിയ പാർട്ടിയാണോ? ഞങ്ങൾ ചെറിയ കൈവഴിയാണ്. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മഹാസമുദ്രത്തിൽ ഞങ്ങളുടെ കൈവഴി ചേർത്ത് വെച്ചിട്ടാണ്. ആ കോമൺ സെൻസ് ആണ് ഞങ്ങൾ നയിക്കണത്. അറിയാ നിങ്ങൾ ഒറ്റയ്ക്ക് ഇതങ്ങ് ഏമാറ്റിക്കളെന്ന് പറഞ്ഞ് നടക്കുകയാണ്. നിങ്ങൾക്ക് അതിന് മാത്രം കഴിയേണ്ട. അല്ലെങ്കിൽ എവിടെ? നിങ്ങൾ ആലോചിച്ചു, കഴിഞ്ഞ തവണ BJPക്ക് CPMന് പാർലമെന്റിൽ ഉണ്ടായിരുന്ന 3 MP-മാർ, ലീഗിന് 3 MP-മാരാണ്. അതിൽ കേരളത്തിൽ നിന്ന് ഒരു കനൽത്തരി മാത്രം ആരിഫ്. ബാക്കി 2 തമിഴ്നാട്ടിൽ നിന്നാടോ. ലീഗിന്റെയും കോൺഗ്രസിന്റെയും DMKയുടെയും കൊടി കൂട്ടി കെട്ടിയിട്ടാണ് തന്റെ 2 MP-മാർ ജയിച്ചതടോ. അത്രേ ഉള്ളൂ. ഈ മാഹി ബൈപ്പാസ് വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഉഷാറാണ്. കണ്ണൂരൊക്കെ പഴയ മണ്ഡലല്ലേ, പോയി വരാനൊക്കെ ഭയങ്കര സ്പീഡ് പോകാം. പക്ഷെ CPM-മാർക്ക് ഇഷ്ടമായില്ല മാഹി ബൈപ്പാസ് വന്ന്. കാര്യം എന്താണ്? ആ ബൈപ്പാസ് കൂടെ അനൗൺസ് ചെയ്തുകൊണ്ട് പോകാൻ രാഹുൽ ഗാന്ധിക്കുവേ എന്നറിയുമ്പോഴത്തേന് വടകരെത്തി ഇന്ത്യന്ന് പറയാൻ വയ്യ. മാഹിയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടാണ് പ്രകടനം. പക്ഷെ മാഹി കഴിഞ്ഞു, അപ്പോഴത്തേക്ക് ബൈപ്പാസ് കഴിഞ്ഞു, അപ്പൊ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എന്ന് പറയാൻ വയ്യ. ഇതെന്തൊരു പാർട്ടിയാണോ? സ്വന്തം ഒരു ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, സഖാക്കളോട്. ഈ 26-ാം തീയതി കഴിഞ്ഞിട്ട് സീതാറാം യെച്ചൂരിയുടെ ടൂർ പാക്കേജ് ഒന്ന് പറഞ്ഞു തരുമോ? 26-ാം തീയതി കഴിഞ്ഞാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ? അതുവരെയല്ലേ പൊന്നാനി താനൂർ ട്രിപ്പ് അടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പോകുന്ന സ്ഥലത്ത് വണ്ടിയിൽ കയറി പോകുന്ന പണിയാണ് ഈ പറയുന്ന സീതാറാം യെച്ചൂരിക്ക്. അറിയാം പാക്കേജ് ഒന്ന് എടുത്തു പറയുന്നത്. നിങ്ങൾക്ക് ഒരു നിലപാടുമില്ല, പരിപാടിയുമില്ല, പദ്ധതിയില്ല. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളോട് സമദാനിയെ ജയിപ്പിക്കണമെന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യയുടെ പാർലമെന്റ് ഡൽഹിയില് നട്ടപ്പാതിരക്ക് ഒരു പെൺകുട്ടി കാശ്മീരിലെ ഏതോ കുഗ്രാമത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോ തണുത്തുറഞ്ഞ ഡൽഹിയിലെ തണുപ്പിൽ പുതപ്പ് വകഞ്ഞു മാറ്റി പുറത്തിറങ്ങി സമരത്തിന് പോകുന്ന രാഹുൽ ഗാന്ധിയുണ്ട്. ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന മനുഷ്യനുണ്ട്. പ്രതിപക്ഷത്തായാലും ഉണ്ടാകും നരേന്ദ്രമോദിയും അമിത്ഷയും. ഈ രാജ്യത്തിന്റെ പുരോഗമനത്തിലേക്ക് രാജ്യത്തെ ഇന്ത്യ മുന്നണി കൊണ്ടുപോകുമ്പോ അവരവിടെ ഉണ്ടായാലും അവരുടെ കുതന്ത്രങ്ങളെല്ലാം രാഹുലിന് കരുത്തു പകരാൻ ഈ പൊന്നാനിക്കാരന് കൊടുക്കാവുന്ന സമ്മാനമാണ് അബ്ദുൽ സമദ് സമദാനിക്കുള്ള വോട്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
നിങ്ങൾ വോട്ട് ചെയ്യുന്നത് സമതാനിക്കല്ലെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ്, ഇന്ത്യയെ ഉണ്ടാക്കാനാണ്. ഇവർ നശിപ്പിച്ചു തകർക്കുന്ന ഇന്ത്യയെ പുനഃസ്ഥാപിക്കാനാണ്. ആ വോട്ടാവട്ടെ ഇത്തവണത്തെ നിങ്ങളുടെ UDF-നുള്ള വോട്ട് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.